ഹായ് ഓൾ, വെൽക്കം ടു ബാങ്കിങ് PSC ഇൻസൈറ്റ്സ്. ഈ വീഡിയോയിൽ ഒരു ബാങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയുള്ള അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്: സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കാസ അക്കൗണ്ട്, BSBDA അക്കൗണ്ട്, ഫ്ലെക്സി അക്കൗണ്ട്, PMJDY അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ഇൻ്റർനാഷണൽ കറണ്ട് അക്കൗണ്ട്. ആദ്യം സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനെ പറ്റിയിട്ട് നോക്കാം. ഇത് നമ്മുടെ ത്രിഫ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സേവിങ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെപ്പോസിറ്റ് ഉള്ളത്. ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ടുന്ന മിനിമം ഏജ് 10 വയസ്സാണ്. 10 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നോമിനേഷനും അതുപോലെ തന്നെ ചെക്ക് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയും ഈ സേവിങ്സ് അക്കൗണ്ടിന് അവൈലബിൾ ആണ്. മിനിമം ബാലൻസും ഇവിടെ ആവശ്യമാണ്. സേവിങ്സ് അക്കൗണ്ടിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലാണ്, അത് ക്വാർട്ടർ ബേസിസിലാണ് ക്രെഡിറ്റ് ആവുന്നത്. 2010 ഏപ്രിൽ 1 മുതലാണ് ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിന് മുൻപ് വരെ മിനിമം ബാലൻസ് മെത്തേഡായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. മിനിമം ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 10-ാം തീയതി മുതൽ അതിൻ്റെ അവസാനത്തെ ദിവസം വരെയും, ആ മാസത്തിലെ അവസാനത്തെ ദിവസം വരെയും നമ്മുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന മിനിമം ബാലൻസ് അനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് മിനിമം ബാലൻസ് മെത്തേഡ്. സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് വരുന്ന പോയിൻറ്റ്സ്: ടു പ്രൊമോട്ട് ത്രിഫ്റ്റ്, മിനിമം ഏജ് വരേണ്ടത് 10 ഇയേഴ്സ് ആണ്. മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഈസ് നെസസറി. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ഈസ് വെരി ലോ. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡെയിലി ബാലൻസ് ആൻഡ് ക്രെഡിറ്റഡ് ഓൺ ക്വാർട്ടർലി ബേസിസ്. നോമിനേഷൻ ആൻഡ് ചെക്ക് ഫെസിലിറ്റി ആർ അവൈലബിൾ. Credit card facility is also available in savings deposit account. Fixed deposit. Fixed deposit is also called time deposit and term deposit. ഫിക്സഡ് ഡെപ്പോസിറ്റിനെ വിളിക്കുന്ന പേരുകളാണ് ടൈം ഡെപ്പോസിറ്റ് എന്നും ടേം ഡെപ്പോസിറ്റ് എന്നും. കാരണം നമ്മളൊരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. മിനിമം പീരീഡ് ഫോർ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് 7 days ആൻഡ് മാക്സിമം പീരീഡ് ഫോർ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് 10 years. നമുക്ക് ക്യാഷ് ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്ന മിനിമം പീരീഡ് 7 days ആണ്. 7 ദിവസത്തേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം നമുക്കൊരു 10 years വരെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ക്യാഷ് ഇടാൻ പറ്റുന്നത്. നമ്മൾ എത്ര കാലാവധി വെച്ചിട്ടാണോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്, അതിന് മുൻപായിട്ട് നമ്മൾ ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ആകുന്നതിന് മുൻപായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രിമച്വർ ക്ലോഷർ എന്നാണ് പറയുന്നത്. ഇനി മെച്യൂർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര വർഷത്തേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ 5 വർഷത്തേക്കാണ് അല്ലെങ്കിൽ 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ 10 വർഷം കഴിഞ്ഞ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ 10 വർഷം കഴിയുമ്പോൾ തൊട്ട് അത് മെച്യൂർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ മെച്യൂർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. അതായത് ആ കസ്റ്റമർ എപ്പോൾ ആവശ്യപ്പെടുന്നോ അപ്പോൾ ബാങ്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെച്യൂർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് എ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റ് ഡെപ്പോസിറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂർ ആയി കഴിഞ്ഞാൽ, അതായത് ആ ഡേറ്റ് കഴിഞ്ഞിട്ടും കസ്റ്റമർ അത് വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ദിവസം മുതൽ അങ്ങോട്ട് കസ്റ്റമർക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മെച്യൂർ ആയതിനു ശേഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ആ ബാങ്കിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും കൂടെ കമ്പയർ ചെയ്ത് അതിലേത് ഇൻട്രസ്റ്റാണോ കുറവ് അതനുസരിച്ച് ആയിരിക്കും മെച്യൂർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് തരും, ഒരു FDR തരും. അത് ഒരിക്കലും ട്രാൻസ്ഫറബിൾ അല്ല, നമുക്കത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റുന്നതല്ല. ഈ FDR വെച്ചിട്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് വെച്ചിട്ട് അതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആ ബാങ്കിൽ നിന്നും ലോൺസ് എടുക്കാവുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ചെക്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. കറണ്ട് ഡെപ്പോസിറ്റ്. Current deposit is also called running account. Overdraft facility is allowed on current account. Current account can be opened only by traders. Current account is a form of demand deposit. Bank does not allow any interest on current account. No limitation is applicable for the number of transactions. നോമിനേഷൻ ആൻഡ് ചെക്ക് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ഇൻ കറണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പേരാണ് റണ്ണിങ് അക്കൗണ്ട് എന്ന്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കറണ്ട് അക്കൗണ്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഈ കറണ്ട് ഡെപ്പോസിറ്റ് ആവശ്യമായിട്ടുള്ളത്. അവർക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനോ ഒക്കെ ആയിട്ട്, അവരുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഉള്ള ക്യാഷ് ഫ്ലോ ഫ്ലുവൻ്റായിട്ട് നടക്കാനായിട്ടൊക്കെ അവർക്ക് എന്ത് യൂസ് ചെയ്യാം? കറണ്ട് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യാം. കറണ്ട് അക്കൗണ്ട് ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. കാരണം ആ കസ്റ്റമർ എപ്പോൾ ആവശ്യപ്പെട്ടാലും ക്യാഷ്
ഡിപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ ആയിട്ട് സാധിക്കും. അതാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും അലോ ചെയ്യില്ല. അതുപോലെ തന്നെ എത്ര ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും നടത്താം. അതിൽ ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടാവുകയുമില്ല. അതുപോലെ നമുക്കൊരു നോമിനിയെ അവിടെ വയ്ക്കാം. ഒരു നോമിനി ഈ ഒരു അക്കൗണ്ടിന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ചെക്ക് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. Recurring deposit. A recurring deposit account is a type of savings account that allows you to save money regularly by depositing a fixed amount of money each month. Recurring deposit എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇതിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് റെഗുലറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് എന്നുള്ള ബേസിസിൽ നമ്മുടെ സൗകര്യാർത്ഥം ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ടൈം പീരീഡ് 6 months to 10 years ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഈ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്കിൻ്റെ അനുസരിച്ചും അതുപോലെ തന്നെ എത്ര നാളത്തേക്കാണ് നമ്മളത് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചും ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. നമ്മളുടെ സൗകര്യാർത്ഥം ഡെയിലി ആണെങ്കിലോ മന്ത്ലി ആണെങ്കിലോ ക്വാർട്ടർലി ആണെങ്കിലോ നമുക്കിവിടെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാം. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ക്യാഷ് റെഗുലറായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വഴി തന്നെയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. ഷോർട്ട് ടൈം ബേസിസിലോ അല്ലെങ്കിൽ ലോങ് ടൈം ബേസിസിലോ നമുക്കിത് ചെയ്യാവുന്നതാണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലൂടെ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാവുന്നതുമാണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സഡ് ടൈമിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതൊരു ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ടാണ്. BSBDA Basic Savings Bank Deposit Account. BSBDA is a simple account that allows customers to deposit and withdraw cash, make payments and more. BSBDA accounts are available at many banks including HDFC Bank, SBI and Union Bank of India. BSBDA എന്ന് പറയുന്ന അക്കൗണ്ട് കസ്റ്റമറിന് ഡിപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനും പേയ്മെൻറ്റ്സ് നടത്താനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഒരു ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് BSBDA അക്കൗണ്ട് ആ ബാങ്കിൽ തന്നെ തുടരാനായിട്ട് പറ്റില്ല. ഇപ്പം ഓൾറെഡി സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ BSBDA അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ സേവിങ്സ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യണം. ഫിക്സഡ് ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ റെക്കറിംഗ് ഡിപ്പോസിറ്റോ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അയാൾ BSBDA സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് നിർബന്ധമാണ്. ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അതായത് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് സീറോ ബാലൻസിൽ തന്നെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. RBI 2005 നോ ഫ്രിൽസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് 2012 ആയപ്പോഴേക്കും റീപ്ലേസ് ചെയ്തിട്ട് BSBDA ആക്കി മാറ്റി. BSBDA അക്കൗണ്ട് ഹോൾഡറിന് പാസ്ബുക്കും ATM കാർഡും ഡെബിറ്റ് കാർഡും കിട്ടും. BSBDA അക്കൗണ്ടിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് അതിൽ ഒരു വർഷത്തിൽ വരുന്ന ടോട്ടൽ ക്രെഡിറ്റ്സ് 1 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. മറ്റൊന്ന്, ഈ അക്കൗണ്ടിൽ അറ്റ് എ ടൈം ഉണ്ടാവാൻ പാടുള്ള മാക്സിമം ബാലൻസ് 50,000 രൂപയായിരിക്കണം. 50,000 രൂപയോ 50,000 രൂപയിൽ താഴെയോ ആയിരിക്കണം. ഒരിക്കലും 50,000 രൂപയിൽ മുകളിലായിട്ട് ഈ അക്കൗണ്ടിൽ ബാലൻസ് പാടില്ല. അടുത്തത്, ഒരു മാസത്തിൽ ഈ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 10,000 rupees ആയിരിക്കും. 10,000 രൂപയായിരിക്കണം ഒരു മാസത്തിൽ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് വിഡ്രോ ചെയ്യുന്ന തുക. ഒരു മാസത്തിൽ നമുക്ക് ചാർജസ് ഒന്നും ഇല്ലാതെ മാക്സിമം 4 വിഡ്രോവൽസ് വരെ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് നടത്താനായിട്ട് സാധിക്കും. BSBDA is a zero balance account. The account holder get passbook, ATM and debit card on free of cost. Upper credit limit in this account within 1 year is rupees 1 lakh. Upper monetary limit in this account within 1 month is 50,000 rupees. Upper monetary withdrawal limit during a month is rupees 10,000. BSBDAയുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണിത്. ഇതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാസ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കാസ. കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും ബെനിഫിറ്റ് ഈ കാസയിലൂടെ നമുക്ക് കിട്ടും. കറണ്ട് അക്കൗണ്ട് നമുക്കറിയാം ട്രാൻസാക്ഷൻസിന് ലിമിറ്റേഷൻ ഇല്ല. അതുപോലെ സേവിങ്സ് അക്കൗണ്ടിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. കാസ ഒരു ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. കാരണം കറണ്ട് അക്കൗണ്ടിന് നമുക്കറിയാം ഇൻട്രസ്റ്റ് ലഭിക്കില്ല. സേവിങ്സ് അക്കൗണ്ടിനാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുമെങ്കിൽ പോലും അത് കുറഞ്ഞ നിരക്കിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് കാസ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് ആണ്. നോൺ ടേം ഡിപ്പോസിറ്റ് എന്ന് നമുക്കിതിനെ പറയാം. ഫ്ലെക്സി ഡെപ്പോസിറ്റ്.
ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനാണ്. നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ഡെപ്പോസിറ്റാണ്. അതുപോലെ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റുമാണ്. അപ്പം കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റാണ് ഫ്ലെക്സി ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നതാണ്. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പം ഫ്ലെക്സി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. PMJDY account, Pradhan Mantri Jan Dhan Yojana account is a basic savings account that provides banking services to people who were previously unbanked. നാഷണൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മിഷൻ്റെ ഭാഗമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് PMJDY അക്കൗണ്ട്. PMJDY അക്കൗണ്ട് തുടങ്ങാനായിട്ട് മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഈ ഒരു അക്കൗണ്ട് ഹോൾഡറിന് റുപ്പേ ഡെബിറ്റ് കാർഡും കിട്ടുന്നതാണ്. റുപ്പേ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് 2 ലക്ഷം രൂപ വരെയുള്ള ആക്സിഡൻറ്റ് ഇൻഷുറൻസ് നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. 10,000 രൂപ വരെയുള്ള ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും ഇതിലൂടെ നമുക്ക് ലഭിക്കും. നോസ്ട്രോ, വോസ്ട്രോ, ലോറോ. ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൽ ബാങ്ക് അക്കൗണ്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സാണ് നോസ്ട്രോ, വോസ്ട്രോ, ലോറോ. നോസ്ട്രോ ഈസ് എ ലാറ്റിൻ വേർഡ് ദാറ്റ് മീൻസ് അവർ, നമ്മുടെ എന്നുള്ള മീനിങ് വരുന്നതാണ് നോസ്ട്രോ. നോസ്ട്രോ ഈസ് എ ഡൊമസ്റ്റിക് ബാങ്ക്സ് അക്കൗണ്ട് ഹെൽഡ് ഇൻ എ ഫോറിൻ ബാങ്ക്. ഒരു രാജ്യത്തെ ബാങ്ക് മറ്റൊരു രാജ്യത്ത് അവരുടെ കറൻസിയിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നോസ്ട്രോ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തെ കറൻസിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നോസ്ട്രോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ ബാങ്ക് ഹാസ് മണി ഓൺ ഡിപ്പോസിറ്റ് ഇൻ അനദർ ബാങ്ക്. വോസ്ട്രോ ഈസ് എ ലാറ്റിൻ വേർഡ് ദാറ്റ് മീൻസ് യുവർ, നിങ്ങളുടെ എന്നുള്ള മീനിങ് വരുന്ന വേർഡാണ് വോസ്ട്രോ. വോസ്ട്രോ ഈസ് എ ഫോറിൻ ബാങ്ക്സ് അക്കൗണ്ട് ഹെൽഡ് ഇൻ എ ഡൊമസ്റ്റിക് ബാങ്ക്. ഒരു രാജ്യത്തിൽ വേറൊരു ഫോറിൻ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് വോസ്ട്രോ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വേറൊരു ഫോറിൻ കൺട്രി എന്നുള്ള ബാങ്ക് നമ്മുടെ ഇന്ത്യയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് വോസ്ട്രോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ ഡൊമസ്റ്റിക് ബാങ്ക് ഹാസ് മണി ഓൺ ഡിപ്പോസിറ്റ് ഇൻ എ ഫോറിൻ ബാങ്ക്. It allows domestic banks to provide international banking services to clients. Loro is an Italian word that means their. അവരുടെ എന്നുള്ള മീനിങ് വരുന്നതാണ് ലോറോ എന്ന് പറയുന്ന വേർഡ്. എ തേർഡ് പാർട്ടി അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ വൺ ഡൊമസ്റ്റിക് ബാങ്ക് ഫോർ അനദർ ഡൊമസ്റ്റിക് ബാങ്ക്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് ലോറോ എന്ന് പറയുന്നത്. നോസ്ട്രോ അക്കൗണ്ടും വോസ്ട്രോ അക്കൗണ്ടും ഇൻ്റർനാഷണൽ ട്രേഡിങ്ങിനും ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ്. ലോറോ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് 2 ഡൊമസ്റ്റിക് ബാങ്കുകൾ തമ്മിലുള്ള ബന്ധമാണ് ലോറോ എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് അക്കൗണ്ട്, ഇൻഓപ്പറേറ്റീവ് അക്കൗണ്ട്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇത് മൂന്നും ശ്രദ്ധിച്ചൊന്ന് പഠിച്ചു വെക്കണം. കാരണം തെറ്റിപ്പോകാതെ നന്നായിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനാക്റ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 12 മാസത്തേക്ക് ഒരു ട്രാൻസാക്ഷൻസും നടന്നിട്ടില്ല, അതായത് ഒരു വർഷത്തേക്ക് ഒരു ട്രാൻസാക്ഷൻസും ആ അക്കൗണ്ടിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇനാക്റ്റീവ് അക്കൗണ്ട് എന്നാണ് അങ്ങനെയുള്ള അക്കൗണ്ടിനെ പറയുന്നത്. ഇനിയും ലാസ്റ്റ് 24 മാസത്തേക്ക്, അതായത് 2 വർഷത്തേക്ക് ഒരു ട്രാൻസാക്ഷൻസും ഒരു അക്കൗണ്ടിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ട്സിനെയാണ് ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 10 വർഷത്തേക്ക് ആ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷൻസും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് 10 വർഷത്തിന് ശേഷം അത് ഡെഫ് അക്കൗണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡീമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഓർ ഡീമാറ്റ് അക്കൗണ്ട്. Dematerialized account is an online portfolio that holds securities like shares, bonds and mutual funds in electronic form. ഷെയർസും ബോൺസും മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ കമ്പനികൾക്ക് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ടാണ് ഡീമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഓർ ഡിമാറ്റ് അക്കൗണ്ട്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇൻ്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. ഡിമാറ്റ് അക്കൗണ്ട്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിമാറ്റ് അക്കൗണ്ട്സ് എലിമിനേറ്റ് ദ നീഡ് ടു ഹോൾഡ് ആൻഡ് മെയിൻറ്റെയിൻ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ്. നമുക്ക് ഫിസിക്കലി ഉള്ള സർട്ടിഫിക്കറ്റ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് സൂക്ഷിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കുകളും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡിമാറ്റ് അക്കൗണ്ട്സ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലോസിങ് സർട്ടിഫിക്കറ്റ്സ്, മിസ്പ്ലേസിങ് റെക്കോർഡ്സ് ആൻഡ് അതർ ഇഷ്യൂസ് ദാറ്റ് ക്യാൻ ഡിസ്റപ്റ്റ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ റെക്കോർഡ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കാണാതാവുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡിമാറ്റ് അക്കൗണ്ട്സ് സേവ് ടൈം ആൻഡ് മണി ഓൺ ഒബ്റ്റെയിനിങ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് റെഡ്യൂസ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ ഷെയർ ട്രാൻസ്ഫേഴ്സ്. നോർമലി ഷെയർ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന
സമയനഷ്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഡിമാറ്റ് അക്കൗണ്ട്സ് ക്യാൻ ബി അപ്ഡേറ്റഡ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ക്വിക്ക്ലി. ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ നടക്കാനും ഒക്കെ നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട്സ് സഹായിക്കും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, BSBDA, കാസ, ഫ്ലെക്സി, നോസ്ട്രോ, വോസ്ട്രോ, ലോറോ, ഇനാക്റ്റീവ് അക്കൗണ്ട്, ഇനോപ്പറേറ്റീവ് അക്കൗണ്ട്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അക്കൗണ്ട്സ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക.